ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലീല ടോക്ക് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പാർക്കിൽ വന്നിട്ട് യോഗയൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി എൻ്റെ പ്രവാസിയിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നലെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണം. ഞാൻ നേരത്തെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ഇന്ന് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാ പ്രവാസി കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ പറയാൻ വരുന്നത്, ഇപ്പോൾ എല്ലാവർക്കും യുദ്ധം നടക്കുകയാണ്. ഇപ്പം ഇസ്രയേൽ ഇറാൻ എല്ലായിടത്തും യുദ്ധമാണ്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഇസ്രയേലിലുണ്ട്, പിന്നെ ഇറാനിലൊക്കെ ഉണ്ട്. ഇസ്രയേലിൽ ഒത്തിരി കൂട്ടുകാരികളുണ്ട്. അപ്പം നമ്മുടെ മിഡിൽ ഈസ്റ്റിലായാലും എല്ലാം ഇഷ്ടംപോലെ പ്രവാസികളുണ്ട്. ഇപ്പം എൻ്റെ ചേച്ചിയുടെ മോനായാലും ഒക്കെ യൂറോപ്പ്, അവിടെ വെസ്റ്റേൺ കൺട്രിയിലാണ്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാസം എന്ന് പറയുന്നത് ത്യാഗമാണ്. ആ പ്രവാസം അനുഭവിക്കുന്നത് ത്യാഗമാണ്. ഓരോ പ്രവാസിയും എന്തേരം ടെൻഷനിലാണ് അവിടെ ജോലി ചെയ്യുന്നത്, എടുക്കുന്നത്. തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ഭാര്യയെ, മക്കളെ, അച്ഛനെ, അമ്മമാരെ, എല്ലാ കുടുംബത്തെയും നാട്ടിലായിരിക്കുമ്പോൾ അവർക്ക് ഒരു സാന്ത്വനം പറയാനും എടുക്കാനും ഒന്നും ആരും തന്നെ ഇല്ല. അവരെ ഒറ്റയ്ക്കൊക്കെയാണ് ആയിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവരായിരിക്കുന്ന ഇടത്ത് അവർക്ക് യാതൊരു വിധമായ കഷ്ടങ്ങളോ ഒരാപത്തോ അനർത്ഥങ്ങളോ ഒന്നും വരാതെ അവരെ ആയിരിക്കുന്നിടത്ത് സുരക്ഷിതരായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രിയപ്പെട്ട ഒരു നാട്ടിലായിരിക്കുന്നവർ ഒക്കെ ഒരു വലിയ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ വിദേശത്തൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥനയല്ലാതെ നമുക്കൊന്നുമില്ല. കാരണം നമ്മളെ സംരക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എത്ര വെടിയുണ്ടകൾ ചീറി വന്നാലും, എത്ര എയർ സ്ട്രൈക്ക് ഉണ്ടായെന്ന് പറഞ്ഞാലും അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുവാൻ പ്രാർത്ഥനയെന്ന് പറയുന്ന ഒരു കാര്യത്തിന് നടക്കും. അതിൻ്റെ ഉത്തമ ഒരു ഉദാഹരണമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. യമനിലായിരുന്ന സമയത്ത് ഇങ്ങനെ നേഴ്സിംഗ് സ്റ്റേഷനിൽ ഞാനും എൻ്റെ കൂട്ടുകാരി അനിലയും ഞങ്ങളിങ്ങനെ ഫയൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ടപ്പൊന്നൊരു ശബ്ദം കേട്ടു. പക്ഷെങ്കിൽ വെടിയുണ്ട വന്ന് ഞങ്ങളുടെ തലയ്ക്ക് മീതെ കൂടെ ഭിത്തിയിൽ തറയ്ക്കുകയാണ് ചെയ്തത്. അത്രയൊക്കെ സാഹചര്യത്തിൽ, കാരണം അത് ഞങ്ങളുടെ തലയ്ക്ക് മീതെ കൂടെ ഭിത്തിയിലാക്കിയതാരാ? ഞങ്ങളിരിക്കുക, ഞങ്ങളുടെ നെഞ്ചത്ത് തറയ്ക്കാമായിരുന്നു ആ വെടിയുണ്ട. അപ്പം അത് ദൈവമാണ് നമ്മളെ അവിടെ കാത്ത് രക്ഷിക്കുന്നത്. കാരണം ഒരു മനുഷ്യർക്കും ഒരാളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒന്നും ഒരു വ്യക്തിക്കും പറ്റാൻ. ഇപ്പോൾ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് ഉണ്ടായി അഹമ്മദാബാദിലെ, കണ്ടില്ലേ? 242 പേര്. ആ ഒരേ ഒരു വ്യക്തി രക്ഷപ്പെട്ടത് ഒരു പക്ഷേ ആരുടെയെങ്കിലും ആ മനുഷ്യൻ്റെ ആരുടെയെങ്കിലും ദൈവത്തിനോടുള്ള അകമഴിഞ്ഞ ഉള്ള ഒരു പ്രാർത്ഥനയായിരിക്കാം വളരെ അത്ഭുതകരമായിട്ട് ആ മനുഷ്യൻ മാത്രം ജീവൻ രക്ഷപ്പെട്ടത്. അത് മിറക്കിളാണ്, അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രവാസത്തിലായിരിക്കുന്ന ഭാര്യമാരെ, അവരുടെ ഭർത്താക്കന്മാരും അവരുടെ കുഞ്ഞുങ്ങളും നല്ലപോലെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതവരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഒരു പ്രശ്നവുമില്ലാതെ അവരുടെ അമ്മയെ അല്ലെ ഭാര്യയെ അവിടെ ഒരു പ്രശ്നമില്ലാതെ ജോലി ചെയ്യുവാൻ, അത് അവരാർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. തൻ്റെ ഭർത്താവിനും തൻ്റെ മക്കൾക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. ആ ഒരു ചിന്ത വന്നിട്ട് ഈ ഭർത്താവും നാട്ടിലായിരിക്കുന്ന ഈ ഭർത്താവും മക്കളും നല്ലവണ്ണം പ്രാർത്ഥിക്കണം. അതുപോണക്ക് തന്നെ വിദേശത്തായിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരെ നാട്ടിലെ മക്കളും നാട്ടിലെ. അപ്പോൾ അങ്ങനെയായിരിക്കുന്ന ആ ഭാര്യമാരെ മക്കളും നല്ല ഉണക്ക ഭർത്താക്കന്മാർക്കും തൻ്റെ ഭർത്താവിനും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും ആ ഭർത്താവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എവിടെയായിരുന്നാലും എന്തോ ഒരു യുദ്ധമെന്ന് കേൾക്കുമ്പോൾ ആ യുദ്ധസ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് എന്തേറെ വിധമായ സംഘട്ടനങ്ങളെ, മാനസിക ശാരീരിക സംഘട്ടനത്തിൽ കൂടാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ മധ്യത്തിലും അവർക്ക് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ, ജോലി ചെയ്യാൻ പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നിടത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. അകമഴിഞ്ഞ് മനസ്സുരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് ഫലിക്കാത്തതൊന്നുമില്ല.
അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളോട് എൻ്റെ മക്കൾ മകളായാലും മകനായാലും ഒക്കെ വിദേശത്ത് കഴിയുന്ന കുടുംബമായിട്ടും ഒക്കെ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥന അത്യന്താവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും അവരെ രക്ഷപ്പെടുത്തുക. ഇപ്പോൾ അഹമ്മദാബാദിലെ ഫ്ലൈറ്റിൽ നിന്ന് വിശ്വാസം എന്ന് പറഞ്ഞ മനുഷ്യനെ രക്ഷിച്ചത് ഒന്നുകിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഭാര്യ അവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ അയാളുടെ സഹോദരൻ പോലും രക്ഷപ്പെട്ടില്ല അതിൻ്റെ അകത്ത് നിന്ന്. അതിൻ്റെ അകത്തിൽ അയാളുടെ സഹോദരനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ശവടക്കം ഒക്കെ അയാൾ ഡെഡ് ബോഡി പീഡ്സ് കിട്ടിയത് കൊണ്ടുപോയി ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മൾ ന്യൂസിൽ കൂടെ കണ്ടതാണ്. അപ്പോൾ ആർക്കാണ് നമ്മൾ രക്ഷിക്കാൻ കഴിയുക ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുത്തർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രവാസത്തിലായിരിക്കുന്ന എല്ലാ അവരുടെ മാതാപിതാക്കളെ, അവരുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ ഒക്കെയും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവരുടെ എല്ലാവിധമായ ഒരാപത്തും അനർത്ഥവും ഇല്ലാതെ അവരെ അവിടെ കാത്തുരക്ഷിക്കുവാനും അതുപോലെ തന്നെ ഒരാപത്തും അനർത്ഥങ്ങളില്ലാതെ അവരൊക്കെ സ്വദേശത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാനും ഒക്കെ കാരണമായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രവാസത്തിൽ ആയിരിക്കുന്ന യുദ്ധസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ കൂട്ടുകാരെ, പ്രവാസത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളും പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ തളരരുത്. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നിങ്ങൾ തളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല, ഇല്ല ഞങ്ങൾ ആ ഒരു ചിന്തയോടുകൂടി ദൈവത്തിനെ ആത്മാർത്ഥമായിട്ട് വിളിക്കുകയും ദൈവത്തിനോട് തൻ്റെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അത് നിങ്ങളെ അവിടെ നിന്ന് എത്തിക്കും. അതിൻ്റെ ഉത്തമ ഒരു ഉദാഹരണ വ്യക്തിയാണ് ഞാൻ. പ്രതികൂലങ്ങളിലെ ബോംബ് എയർ സ്ട്രൈക്ക് എല്ലാം നടന്ന ആ സ്ഥലത്തു നിന്നും അത്ഭുതകരമാണ് ഇന്ത്യയിൽ വന്നത് ജീവനോടെ. അത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും കരഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ കരഞ്ഞില്ല. സർവമാന പേരും കരഞ്ഞു. ചേച്ചി ചേട്ടനെ കാണുമോ, അപ്പനെ കാണുമോ, മക്കളെ കാണുമോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എൻ്റെ ഫ്ലാറ്റിൽ വന്നിരുന്നു. എല്ലാവരും കരഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ കരഞ്ഞില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, കരഞ്ഞത് തൊട്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ഞാൻ അവരോടും പറഞ്ഞു, നിങ്ങൾ കരയാനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കണ്ട എന്ന് പറഞ്ഞു. അവരന്നേരം പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എന്തോ ഒരു ധൈര്യമെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കരയരുതെന്ന് പറഞ്ഞു. കരയരുതെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിനോട് ഇത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ നീയാണ് എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത്. അപ്പം ഇവിടെ വെച്ച് എൻ്റെ ജീവനെ എടുക്കാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ അങ്ങനെ, അതല്ല മറിച്ച് എന്നെ ഇവിടുന്ന് എനിക്ക് ദേശത്ത് ചെന്ന് എൻ്റെ കുടുംബത്തെ കാണാനാണ് നിൻ്റെ ഹിതമെങ്കിൽ അങ്ങനെ, നീ എന്ത് തീരുമാനിക്കുന്നു അതുപോണക്ക് നടക്കട്ടെ. നമ്മുടെ തീരുമാനങ്ങളല്ലല്ലോ നടക്കുന്നത്. ബൈബിളിലൊരു വചനം പറയുന്നുണ്ടല്ലോ, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങളെ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ആരുടെ വിചാരമാണ് നടക്കുന്നത്? ദൈവത്തിൻ്റെ വിചാരമേ നടക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ അഹമ്മദാബാദിലെ ഫ്ലൈറ്റിലെ അതിൽ കണ്ടില്ലേ എന്ന് പറഞ്ഞു. എന്തോരം ആഗ്രഹത്തോടെ എന്തോരം കാര്യങ്ങളോടും സ്വപ്നങ്ങളോടും കൂടി എല്ലാവരും പോയത്. ആ ഡോക്ടറൊക്കെ കുടുംബമായിട്ട് ലണ്ടനിൽ ചെന്ന് സെറ്റ് ചെയ്യാനും അവർക്ക് മക്കളും കുടുംബമായിട്ടല്ല കണ്ടില്ലേ. ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ ദിവസേന സോഷ്യൽ മീഡിയയിൽ ന്യൂസിൽ കൂടെ കാണുന്നില്ലേ. പക്ഷെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളാണോ നടന്നത്? അല്ല, ദൈവത്തിൻ്റെ തീരുമാനമേ നടക്കത്തുള്ളൂ അല്ലേ. ദൈവത്തിൻ്റെ തീരുമാനം മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദൈവിക തീരുമാനങ്ങൾ മാത്രം നടക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നും നമ്മുടെ കയ്യിലല്ല, ഒന്നും നമ്മുടെ കയ്യിലുമല്ല, ഒന്നും നമ്മൾ തീരുമാനിക്കുന്നത് പോലെയുമല്ല നടക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ ഹിതം മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രവാസികളായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ടിരിക്കുക, ചഞ്ചലപ്പെടരുത്, നല്ല ഉറപ്പുള്ളവരായിട്ടിരുന്ന് ദൈവത്തെ വിളിക്കുക. ഒരാപത്തും അനർത്ഥങ്ങളും നിങ്ങൾക്ക് വരത്തില്ല. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട്. കാരണം പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു ആയുധം. പ്രാർത്ഥിക്കുന്നവന് ഒരിക്കലും പരാജയം ഉണ്ടാകില്ല. ജീവിതത്തിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെ അവന് ധൈര്യം കിട്ടും. ആരാ ധൈര്യം തരുന്നത്? ദൈവം. ഇപ്പം നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ആ ഒരു രീതിയിലോട്ട് എത്തിയാൽ തന്നെയാണേലും, എത്ര കുടിയേറിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രാർത്ഥന കൊണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് ബലം പ്രാപിക്കാം. നമ്മുടെ പക്ഷത്ത് സത്യമുണ്ട്, നീതിയുണ്ട്, ന്യായമുണ്ടെങ്കിൽ നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല, നന്മ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമ്മുടെ കൂടെയാണ്. ഉറപ്പായിട്ടും ദൈവം നമ്മളവിടെ താണു പോകാൻ ഒരിക്കലും ദൈവം സമ്മതിക്കുകയില്ല. കാരണം ദൈവം കാണുന്നു നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ചിന്തനങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ എല്ലാം ദൈവം കാണുന്നുണ്ട്. സകലതും അറിയാവുന്ന ദൈവത്തിനാണ്. ആ ബൈബിളിലെ വചനം പറയുന്നത് പോണൊക്കെ ഇന്ദ്രിയങ്ങളെയും എല്ലാം ശോധന ചെയ്യുന്നത് ദൈവമാണ്. നമ്മൾ എത്ര
പ്രതികൂല പ്രതിസന്ധികളിൽ കൂടെ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളെ അവിടെ നിന്നെല്ലാം വിടുവിക്കാനും ധൈര്യപ്പെടുത്തുവാനും നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ദൈവത്തിനോടുള്ള സത്യസന്ധമായിട്ടുള്ള പ്രാർത്ഥന, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ നല്ല മനസ്സോടെയും നല്ല ചിന്തയോടെയും നമ്മൾ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദൈവം അവിടെ നിന്നെല്ലാം സംഘടനത്തിൽ നിന്നെല്ലാം വിടുവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് പ്രവാസികളായിട്ട് ആയിരിക്കുന്ന ഇസ്രായേലിലൊക്കെയുള്ള മറ്റ് സഹോദരങ്ങളെ, വെസ്റ്റേൺ കൺട്രിയിലായിരിക്കുന്നവരെ, യൂറോപ്യൻ കൺട്രിയിലായിരിക്കുന്നവരെ, മിഡിൽ ഈസ്റ്റിലൊക്കെ ആയിരിക്കുന്ന എല്ലായിടത്തും ആയിരിക്കുന്ന എൻ്റെ പ്രവാസി കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് നിങ്ങളിരിക്കുക. നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അപ്പനെ ആയിക്കോട്ടെ, നിങ്ങളുടെ അപ്പനായിക്കോട്ടെ, നിങ്ങളുടെ അമ്മയായിക്കോട്ടെ, നിങ്ങളുടെ സഹോദരനായിട്ടോ സഹോദരി ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, പ്രവാസത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന അത്യന്താപേക്ഷ്യമാണ്. അതുപോണക്ക് പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഏത് പ്രതികൂലത്തിൽ നിന്നും എത്ര വലിയ പ്രശ്നങ്ങളിൽ നിന്നായാലും ദൈവത്തിന് നമ്മളെ വിടുവിക്കാൻ കഴിയും. ഒരു മനുഷ്യന് നമ്മളെ വിടുവിക്കാൻ പറ്റത്തില്ല, പക്ഷേ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. ഇപ്പോൾ അഹമ്മദാബാദിലെ ആക്സിഡൻറ്റിലെ വിശ്വാസ് എന്നയാൾ രക്ഷപ്പെട്ടു. അയാളുടെ സഹോദരനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ സഹോദരനുണ്ടായിരുന്നല്ലോ അതിൻ്റെ അത്, രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നത് കേട്ടോ, ഞാൻ ചാടിയതല്ല, എന്നെ ആരോ തെള്ളിയിട്ടത് പോണൊക്കെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞത്. അത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ കരങ്ങളാകാം, ദൈവദൂതന്മാരുടെ കരങ്ങളാകാം. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കുക. പ്രവാസത്തിൽ കഴിയുന്ന എൻ്റെ കൂട്ടുകാരോട് എല്ലാ പ്രവാസി കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, ധൈര്യത്തോടെ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ഇരിക്കുക. നിങ്ങളെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അവരുടെ കുടുംബങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നത്, യുദ്ധത്തിൻ്റെയും വെടിയുണ്ടയുടെയും ഈ എയർ സ്ട്രൈക്കിൻ്റെ എല്ലാം നടുവിൽ പോയി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. അല്ലാതെ നിങ്ങളിവിടെ അടിച്ചു പൊളിക്കുകയല്ല വേണ്ടുന്നത്. അവരുടെ വേദന മനസ്സിലാക്കണം. അവർ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് പ്രവർത്തിക്കണം. പ്രവാസിയായ ഓരോ ഭാര്യയും കഷ്ടപ്പെടുന്നത് തൻ്റെ ഭർത്താവിനും തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രവാസിയായ ഓരോ ഭർത്താവും കഷ്ടപ്പെടുന്നത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അവരുടെ നല്ലതിന്, അവരുടെ നല്ല ആഹാരത്തിന്, നല്ല വസ്ത്രം അവരിടുവാന്, നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാന്, നല്ല എല്ലാം അവർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ കഷ്ടപ്പാടിനെ, അവരുടെ ത്യാഗത്തെ ഓർത്ത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ണുനീരോടിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. കാരണം അവരാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അവരാർക്ക് വേണ്ടി അവരുടെ ജീവിതം നയിക്കാതെ അവരുടെ ത്യാഗം, ചെറുപ്രായത്തിൽ തന്നെ നല്ല കുടുംബത്തോടും ഭർത്താവിനോടും ഒക്കെ കൂടി കഴിയേണ്ടുന്ന എത്രയോ, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഭാര്യമാരെ എത്രയോ പേര് കഷ്ടപ്പെടുന്നു. എത്രയോ പേര് നാട്ടിലൊക്കെ വർഷങ്ങളായിട്ടും വരാതെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്? ആ ചിന്ത സ്വന്തം ഭർത്താവിനും മക്കൾക്കും സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അവരിങ്ങോട്ട് അയക്കുന്ന പൈസ കൊണ്ട് മാത്രം അടിച്ചു പൊളിച്ച് ജീവിച്ച് അവരെങ്ങനെയും അവിടെ ആയിക്കോട്ടെ, ആ പൈസ ഇങ്ങോട്ട് വരുന്നിടം വരെ ഉള്ള ഇതും, പിന്നെ ആ പൈസ തീർന്നു കഴിയുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് അവരൊന്നുമില്ലാതെ അവർ വരുമ്പോഴും ഒരു പക്ഷെങ്കിൽ യുദ്ധത്തെങ്കിലുമൊക്കെ ഇവാക്യേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർ ജോലിയുമില്ലാതെ പൈസയില്ലാതെയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഭാര്യയാട്ടെ ഭർത്താവാട്ടെ മക്കളാട്ടെ അങ്ങനെയുള്ള ജീവിതങ്ങളോട് കാണിക്കുന്ന ക്രൂരതയുണ്ടല്ലോ, അവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പെരുമാറുകയും എടുക്കുകയും അവരുടെ സാമ്പത്തിക നിലച്ചപ്പോൾ പിന്നെ അവരെ അറിയത്തില്ല, അവരോട് ക്രൂരമായിട്ട് പെരുമാറുകയും അവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഓരോ പ്രവാസികളായ ഭാര്യയോടും ഭർത്താവിനോടും കൂടെയാണ് എനിക്കിത് പറയാനുള്ളത്. ചിന്തിക്കുക, നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, നിങ്ങളായിരുന്നു ഈ പ്രവാസം അനുഭവിച്ചത്. നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ത്യാഗവും വിയർപ്പും വേദനയും വേർപെടലും ഒറ്റപ്പെടലും ഒന്നും അവർക്കറിയത്തില്ല. അവരിങ്ങോട്ട് അയച്ചതുകൊണ്ട് നിങ്ങളിവിടെ സുഖമായിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതോർത്തോണം ഓരോ ഭാര്യയായാലും ഓരോ ഭർത്താവായാലും. അതുകൊണ്ട് പ്രവാസികളായിട്ടായിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്തത് പാർക്കിൽ വന്നപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരോടും എനിക്കുള്ള അപേക്ഷ എന്തുവാന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കണം. തൻ്റെ വിദേശത്തായിരിക്കുന്ന മകളെപ്പറ്റി, മകനെപ്പറ്റി, ഭർത്താവിനെപ്പറ്റി, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, മക്കളാക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല. ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അത്ഭുതമായിട്ട് രക്ഷപ്പെടുത്താൻ കഴിവുള്ളത് ഒരേ ഒരാളേ ഉള്ളൂ, അത് ദൈവം മാത്രമാണ്. അത് മറന്നു പോകരുത്. എൻ്റെ പ്രവാസി കൂട്ടുകാരെ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്.
നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രവാസി കൂട്ടുകാർ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഞാൻ എടുത്തത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇസ്രയേലിലുള്ളവർ, ഇറാനിലൊക്കെ ഉള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉള്ളവരോട് പറയുന്നു, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ ഒരാപത്തും അനർത്ഥവും ഇല്ല, നിങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ ഇരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കൂ. ഇരുത്തും. നല്ലപോലെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ നമസ്കാരം.